മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിദേശ യാത്രകൾക്ക് കോടികളാണ് പൊടിച്ചത്. അദ്ദേഹവും കുടുംബവും ഉദ്യോഗസ്ഥ വൃന്ദവുമൊക്കെ നന്നായി കറങ്ങി. പക്ഷേ അതുവഴി കേരളത്തിന് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ടൂറിസം രംഗത്തിനാണെങ്കിലും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള പല വിഷയങ്ങളിലും സംസ്ഥാനത്തിന് യാതൊരു വിധത്തിലുള്ള ഫലവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ പൊടിഞ്ഞു. എങ്ങനെ കാണാം അതിനെ? തീർച്ചയായിട്ടും അത് വലിയ കൊള്ളയാണ്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വിനോദയാത്ര കൊള്ള എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിദേശയാത്രകളെ കുറിച്ചൊക്കെ പിണറായി വിജയൻ യാത്രക്ക് മുമ്പും പിമ്പും രാജ്യത്തോടും കേരള നിയമസഭയോടും മാധ്യമങ്ങളോടും ഒക്കെ പറഞ്ഞിട്ടുള്ളത് കോടിക്കണക്കിന്, അത് കോടാനകോടിക്കണക്കിന്, അദ്ദേഹം പറഞ്ഞ കണക്കെല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ കോടാനകോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് താൻ യാത്ര ചെയ്തതെന്നാണ്. കഴിഞ്ഞ 10 കൊല്ലമായി അദ്ദേഹം 25 വിദേശയാത്രകൾ നടത്തിയിരുന്നു. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇന്നിപ്പം മാധ്യമങ്ങളുടെ പ്രധാന വാർത്തയാണത്. അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ. വാർത്ത വരാനിടയായ ഒരു സന്ദർഭം 10 കൊല്ലമായി 2016 തൊട്ട് 25 വരെ, ഈ കൊല്ലം വരെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ടുള്ള കഴിഞ്ഞ 10 കൊല്ലം, ഈ 10 കൊല്ലം കൊണ്ട് അദ്ദേഹം നടത്തിയ വിദേശ യാത്രകളുടെ റിസൾട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ് എന്നറിയാൻ ഒരു വിവരാവകാശ രേഖ അത് കൊടുക്കേണ്ടത് കേരളത്തിലെ ഔദ്യോഗികമായി തന്നെ കൊടുക്കേണ്ടത് KSIDCക്കാണ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. കാരണം അത് മുഖ്യമന്ത്രിയുടെ തന്നെ, ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ കീഴിലുള്ള വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവരാണ് തീരുമാനിക്കേണ്ടത്, അവരാണ് പറയേണ്ടത് കേരളത്തിലേക്ക് എന്ത് നിക്ഷേപം വന്നു, എന്ത് വ്യവസായം തുടങ്ങി, ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ രാജ്യത്ത് നിന്ന് വന്നു എന്നൊക്കെ പറയേണ്ടത്. KSIDCക്ക് കൊടുത്തൊരു വിവരാവകാശ രേഖ പ്രകാരം ഇന്നലെ മലയാളത്തിന് കിട്ടിയ വിവരമനുസരിച്ച്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് KSIDC പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയൻ്റെ P രാജീവിൻ്റെ കീഴിൽ നേരിട്ടുള്ള KSIDC പറഞ്ഞിരിക്കുന്നു, കഴിഞ്ഞ 10 കൊല്ലമായി മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും കുടുംബങ്ങളും ഇപ്പോൾ വിനു പറഞ്ഞ പോലെ ഈ ഉദ്യോഗസ്ഥ വൃന്ദവും കൂടി നടത്തിയ ആർഭാടമായ വിദേശയാത്രകൾ, അക്ഷരാർത്ഥത്തിൽ കോടികൾ, അതിന്റെ കണക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് അടുത്ത വിവരാവകാശ രേഖയിലൂടെ വരണം. ഈ 25 യാത്രകൾ കഴിഞ്ഞ 10 കൊല്ലമായി മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിയ 25 വിദേശയാത്രകളുടെ ചെലവ് എത്രയാണ് എന്ന് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വരവ് മാത്രമേ പരിഗണിച്ചിട്ടുള്ളൂ. വരവ് പരിഗണിച്ചപ്പോൾ KSIDC പറഞ്ഞിരിക്കുന്നു, ആ വകയിൽ ഒരു നയാ പൈസയുടെ നിക്ഷേപവും കേരളത്തിൽ വന്നിട്ടില്ല. ഇതൊരു പ്രധാനപ്പെട്ട, അങ്ങനെയാണെങ്കിൽ കുറ്റങ്ങൾ അനവധി മുഖ്യമന്ത്രിക്ക് നേരെ വരികയാണ്. ഒരു പ്രധാനപ്പെട്ട കുറ്റം, ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം, കേരളത്തിൻ്റെ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു നയാ പൈസയുടെ ആനുകൂല്യവും രാജ്യത്തിന് കിട്ടാത്ത യാത്രകൾക്ക് വലിയ റിസൾട്ട് ഉണ്ടായി എന്ന് അദ്ദേഹം ആ പരിപാടി കഴിഞ്ഞിട്ട്, യാത്ര കഴിഞ്ഞിട്ടും അവകാശപ്പെട്ടു. ലോകത്തിലെ ഒരു ജനാധിപത്യ ചരിത്രം വെച്ചിട്ട് ഈ ഒരു കുറ്റം ചെയ്യുന്നതിനേക്കാളും മാരകമാണ് ആ കുറ്റകൃത്യം നിയമസഭയുടെ മുമ്പിൽ, ജനപ്രതിനിധി സഭയുടെ മുമ്പിൽ സമ്മതിക്കണം. ജനാധിപത്യത്തിൽ ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഏറ്റവും വലിയ കുറ്റകൃത്യം ഏത് ക്രൈമും ചെയ്യാം, പക്ഷേ പാർലമെന്റിൽ പോയി സത്യമേ പറയാം. ഓർമ്മയില്ലേ ക്ലിന്റന്റെ കേസ്, ഈ എന്താണ് മോണിക്ക ലെവിൻസ്കിയോട് അദ്ദേഹം ചെയ്തത് അമേരിക്കൻ സമൂഹത്തിൽ കുറ്റകൃത്യമൊന്നുമല്ല, വളരെ ലിബറൽ സമൂഹമാണ്. പക്ഷേ അത് ചെയ്തില്ല എന്ന് പാർലമെന്റിൽ പോയി പറഞ്ഞപ്പോഴാണ് ഇംപീച്ച് ചെയ്തത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനപ്രതിനിധി സഭയെ, ജനായത്ത വേദികളെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അതേ സംവിധാനം ജനാധിപത്യത്തിന്റെ അന്തസ്സായി നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലും കേരള നിയമസഭയിലും ചെയ്യാൻ പാടില്ല. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കുറ്റം അതാണ്. 2, ഇദ്ദേഹം നടത്തിയ വിദേശയാത്രകൾ ആർക്ക് വേണ്ടിയാണ്? ഈ വിനോദയാത്രകളുടെ ചെലവ് ആര് വഹിക്കും? ഈ അഷ്ടിക്ക് വകയില്ലാത്ത കേരളത്തിന്റെ നികുതി പണത്തിൽ നിന്നാണ് ഈ പണം മുഴുവൻ പോയത്. അപ്പോൾ എത്രയാണ് ഈ 25 യാത്രകൾ ചെലവ് കിട്ടുന്നുണ്ടാവുക നമുക്ക് ഊഹിക്കാൻ പറ്റും. ഏറ്റവും ചുരുങ്ങിയത് ആലോചിച്ച് നോക്കൂ. അത് നമുക്ക് അതിന്റെ കണക്ക് വരട്ടെ. അങ്ങനെയാണെങ്കിൽ അത് കേരളത്തെ പറ്റിക്കലല്ലേ, കൊള്ളയടിക്കലല്ലേ? ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിക്കൊണ്ട് നമ്മൾ എന്ത് ആഹ്ലാദമാണ്, എന്ത് ആഘോഷമാണ് ഞാനും എൻ്റെ കുടുംബവും പരിവാരങ്ങളും ഉദ്യോഗസ്ഥ വൃന്ദവും നടത്തുന്നത്. അങ്ങനെ ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്നത് ഒരു സോഷ്യലിസ്റ്റ്, മാർക്സിസ്റ്റ്, ഇടതുപക്ഷ സംസ്കാരമാണോ? അതല്ല ഒരു ഫ്യൂഡൽ മാടമ്പിത്തരമാണോ? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ജനങ്ങളുടെ ചൂഷണമുക്തമായ ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയും
ഒരു രാഷ്ട്രീയ സംവിധാനവും ജനങ്ങളെ ചൂഷണം ചെയ്ത് വിനോദത്തിന് പോവുക. അമേരിക്കയിൽ ചികിത്സക്ക് പോകുന്നത് നമ്മുടെ ചെലവിലാണെങ്കിൽ ന്യായമായ ചില ചോദ്യങ്ങളെ നമ്മൾ ചോദിക്കുന്നു. ഈ നാട്ടിലെ പാവപ്പെട്ടവന് കിട്ടാത്ത സൗകര്യങ്ങൾ എന്തിനാണ് അങ്ങേക്ക് എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ചോദിച്ചോട്ടെ. എന്നാലും ഞങ്ങളുടെ നികുതി പണം കൊണ്ടല്ലേ നിങ്ങൾ ചികിത്സിക്കുന്നത് നമ്മൾ ചോദിക്കുന്നില്ല. അത്രയും കാരുണ്യം നമ്മൾ കാണിക്കുന്നു, അത്രയും മനുഷ്യപ്പറ്റ് മലയാളി കാണിക്കുന്നു. പക്ഷേ വിനോദയാത്രക്ക് പോകുമ്പോഴും അതൊരു പ്രധാനപ്പെട്ട ചോദ്യം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആശാ വർക്കർമാർക്ക് ആവശ്യമായ ആനുകൂല്യം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. ആശാ വർക്കർമാർ ഇപ്പോഴും അവരുടെ അഷ്ടിക്കാണ്. 2000 രൂപ പ്രതിഫലം കിട്ടുന്നത് 3500 ആക്കി കൊടുക്കണമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുന്നില്ല, എന്നിട്ടും കൊടുക്കുന്നില്ല. പെൻഷൻ പെൻഡിങ് ഉണ്ട്. പിന്നെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴാണ് 2 മാസത്തേക്ക് ഇട്ട് കൊടുക്കുക. ആണ് ഇനി തെരഞ്ഞെടുപ്പ് ഒരു ഓണത്തിന് കിറ്റ് കൊടുക്കും. ഇതൊക്കെയാണ് ചെലവ്. സത്യത്തിൽ കൊടുക്കേണ്ടത് സമയത്തിന് കൊടുക്കുന്നില്ല. മനുഷ്യന്റെ ഉപജീവനത്തിന് വേണ്ട സമയത്തിന് കൊടുക്കുന്നില്ല. ആശാ വർക്കർമാർക്ക് പിരിഞ്ഞു പോകുമ്പോൾ 50,000 രൂപ ഒരു ജീവിതകാലത്തിന്റെ ഒടുവിൽ കിട്ടുന്നതാണ്. 50,000 രൂപയെങ്കിലും തരുമെന്നാണ് അവർ നിലവിളിക്കുന്നത്. അവർ സെക്രട്ടറിയുടെ മുമ്പിൽ ഇപ്പോഴും ഇരുന്ന് വാവിട്ട് നിലവിളിക്കുകയാണ്. ആ സമയത്താണ് ഈ പണം കൊണ്ടുപോയി ഇവര് വിദേശ യാത്ര എന്ന പേരിൽ ദൂർത്തടിക്കുന്നത്. ഇദ്ദേഹം പോയ നാടുകളൊന്നും ചെറുതല്ല കേട്ടോ. ഇദ്ദേഹം പലതവണ പോയിട്ട് ആവർത്തിച്ച് പോകുന്ന രാജ്യം UAE ആണ്. പോയത് വിനോദത്തിനാണോ അതോ വ്യവസായം കൊണ്ടുവരാനാണോ? അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായ വ്യവസായ താല്പര്യങ്ങളോ നിക്ഷേപ താല്പര്യങ്ങളോ ഉണ്ടോ? അത് UAE-യുമായി ബന്ധപ്പെട്ട യാത്രകൾ എന്നും. പിന്നെ അദ്ദേഹം ആവർത്തിച്ച് പോയത് ഒന്ന് US അമേരിക്കയിൽ നിരന്തരമായിട്ട് പോകുന്നുണ്ട്. ചികിത്സക്കാണെന്നാണ് നമ്മൾ ധരിച്ചത്. അല്ലാതെയും പോയല്ലോ. നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടി മാത്രം പോയ യാത്രകളെ കണക്കാണ് ഈ പറയുന്നത്. ഇപ്പൊ KSIDC പുറത്തുവിട്ടിരിക്കുന്നത് US പോയിട്ടുണ്ട്. UK എത്ര തവണ ആലോചിച്ചു? UK പോയി. ഇംഗ്ലണ്ടിൽ ഓർമ്മയില്ലേ, ഇദ്ദേഹം നിക്ഷേപത്തിന് വേണ്ടി മാത്രം പോയി. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം ജനീവയിൽ പോയി. വേറെ കാര്യം 2000 ഓർമ്മയുണ്ട് എനിക്ക്, 2019 ഇദ്ദേഹം ജനീവയിലേക്ക് പോയത് നിക്ഷേപ സംഗമത്തിനാണ്. എന്നുവെച്ചാൽ ജനീവ UN-ന്റെ കൂടി ആസ്ഥാനമാണ്, ലോകരാഷ്ട്രങ്ങളുടെ ആസ്ഥാനമാണ്. അവിടെ നടന്ന ആഗോള നിക്ഷേപ സംഗമത്തിൽ പോയിട്ട് കേരളത്തിലേക്ക് നിക്ഷേപം കൊണ്ടുവരാം. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു നിക്ഷേപത്തിന്റെ കണക്ക് ഇത്ര കിട്ടി വന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇവിടെ പോയി ആ പണം? KSIDC പറയുന്നു നയാ പൈസ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇദ്ദേഹം SNC ലാവലിന്റെ കേസ് ഉണ്ടാകുന്നത് ഇത്തരത്തിലൊരു പോക്കിലാണ്. ഓർമ്മയില്ല, കാനഡയിലേക്ക് പോയതിന്റെ പോക്കാണ്. അങ്ങനെയാണെങ്കിൽ കിട്ടിയ പണം എവിടെ പോയി? അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അതുപോലെ ജനീവയിൽ പോയി, അതെ, സൗത്ത് കൊറിയയിൽ പോയിട്ടുണ്ട്, ഫിൻലാൻഡിൽ പോയിട്ടുണ്ട്, സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ട്, മാത്രമല്ല നോർവേയിൽ, ഫ്രാൻസിൽ, ഇതുപോലെ ഉള്ള രാജ്യങ്ങളിലൊക്കെ നെതർലാൻഡിൽ പോയിട്ടുണ്ട്, ബഹ്റൈനിലും പോയിട്ടുണ്ട്. UAE-യിൽ സ്ഥിരമായി പോകുന്നതിന്റെ പുറമെ ബഹ്റൈനിലും പോയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ പോയി നിക്ഷേപം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി കൊണ്ടുവന്ന നിക്ഷേപം കാണാനില്ല. നിക്ഷേപം കിട്ടിയിരുന്നെങ്കിൽ ആ നിക്ഷേപം ഏത് വഴിക്ക് പോയി? ഒന്ന്, നിക്ഷേപം കിട്ടിയില്ലെങ്കിൽ ഇദ്ദേഹം പോയ യാത്രകൾ വെറും വിനോദയാത്രകളായി പോയില്ലേ? അതിന്റെ കണക്ക് വഹിക്കാൻ, അതിന്റെ ചെലവ് വഹിക്കാൻ കേരളം ബാധ്യസ്ഥരാണോ? കണക്ക് പറയണ്ടേ? സർവോപരി കേരള നിയമസഭയെ ഇദ്ദേഹം ഇപ്പോഴും പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഓരോ യാത്രക്ക് മുമ്പ് ശേഷവും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നിക്ഷേപം കൊണ്ടുവരാൻ പോകുന്നു, നിക്ഷേപം കൊണ്ടുവന്നിരിക്കുന്നു. ഈ 2 സ്റ്റേറ്റ്മെന്റിനും അദ്ദേഹം എന്ത് വിശദീകരണം കൊടുക്കും? ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനമല്ലേ? അതുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഈ കണക്ക് പുറത്തു വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം മൂന്നാമതൊരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്നാണല്ലോ അവകാശപ്പെടുന്നത്. എന്ത് സംഭവിക്കും എന്ന് ഇത്തരം ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ മാത്രം വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇത് വളരെ കൃത്യമായൊരു വിധിയെഴുത്താണ്. ഈ വാർത്ത പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായൊരു വിധിയെഴുത്ത് കൂടിയാണ്. ഇടതുപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിന് ആ പേര് പോലും അവകാശപ്പെടാൻ അവകാശമുണ്ടോ എന്ന ചോദ്യമാണ് ഈ വാർത്ത നമ്മളോട് ചോദിക്കുന്നത്.